നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ അതിലിട്ട് ഇങ്ങനെ കുത്തിയും തോണ്ടിയിരിക്കാതെ ആ മാനേജറെ വിളിച്ച് വണ്ടി അയക്കാൻ പറ. ഫംഗ്ഷന് സമയമായി. എന്തൊരു കഷ്ടമാണെന്ന് പറ. കൃത്യസമയത്ത് വണ്ടി സർവീസ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല. ആവശ്യമില്ലാത്ത പണിയായിപ്പോയി. വെറുതെ അവനോടൊന്നും ചോദിക്കാൻ പോകണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഗൗതമന്റെ അവസ്ഥ കണ്ടിട്ടും പ്രണവ് ഇങ്ങനെ പ്രതികരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അല്ലെങ്കിൽ ആ മാനേജറെ വിളിക്കണ്ടായിരുന്നു. ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് പോയാൽ മതിയായിരുന്നു. നീ ഒന്ന് സമാധാനപ്പെടി ജ്യോതി. 5 മിനിറ്റിനുള്ളിൽ എത്താന്നാ പറഞ്ഞ അവൻ വരും. എന്തു പറ്റി ഗൗതം? എന്താ കാറ് നിർത്തി? അങ്ങോട്ട് നോക്കി, അതാരാണെന്ന്. മഴക്കിനൊന്നും പോണ്ട, നമുക്ക് നേരെ ഓഫീസിലേക്ക് പോവാം. ഒരല്പം മനസമാധാനത്തിനു വേണ്ടി നമ്മൾ പോയിടത്തേക്ക് പോലും ഗുണ്ടകളെ അയച്ച് എന്നെ തീർത്തുകളയാൻ നോക്കിയവനാ നിൽക്കുന്നത്. ദൈവമായിട്ട് അവനിങ്ങനെ കൺമുമ്പിൽ കൊണ്ട് തന്നിട്ട് കാണാത്തതായി ഭാവിച്ച് എനിക്കങ്ങനെ പോവാൻ പറ്റുമോ? വേണ്ട, ഒന്നും വേണ്ട. ഞാനൊരു ടാക്സി വിളിച്ച് അങ്ങ് പൊയ്ക്കോളാം. നിങ്ങൾ മാനേജറെ കൂട്ടി സൗകര്യം പോലെ ഓട്ടോറത്തിലേക്ക് വന്നാൽ മതി. നീ ഒന്ന് അടങ്ങ് ജ്യോതി. എന്നെ മരണത്തിന്റെ വാതിക്കൽ കൊണ്ടുവന്ന് ഒരു നിമിഷം നിർത്തിയനാണവൻ. നിന്റെ കയ്യിലെ മുറിവിന്റെ കാരണക്കാരൻ. മരണം തൊട്ടു മുമ്പിൽ വന്ന് നിൽക്കുന്നതിന്റെ ഭയം എന്താണെന്ന് അവനൊന്ന് മനസ്സിലാക്കണം. വേറൊരു പ്രശ്നത്തിന് ഇപ്പൊ പോകണ്ട ഗൗതം. നീയൊന്ന് അടങ്ങിയിരിക്കെ. ഗൗതം വേണ്ട, പ്ലീസ്. വിളിച്ചിട്ടാണ് ഫോൺ കിട്ടുന്നില്ല. ഗൗതം എന്തേ കാണിക്കുന്നത്? വേണ്ട, നമുക്ക് പോവാം. ആരത്? എന്തു പറ്റി? പേടിച്ചോ? ഞാൻ പോകുന്ന വഴികളിലെല്ലാം ഗുണ്ടകളെ അയച്ച് എന്നെ കൊല്ലാൻ നോക്കുന്ന തനിക്ക് മരണഭയം എന്താണെന്നൊന്ന് മനസ്സിലാക്കി തരണമെന്ന് തോന്നി. അത്രേ ഉള്ളൂ. എന്താടാ, നീ വണ്ടി എടുത്ത് ആളെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുവാണോ? മിണ്ടിപ്പോരുത്. അതിന് സമയമാകുമ്പോൾ ഞാൻ പറയും. നിങ്ങളുടെ ഭർത്താവെന്ന് പറയുന്ന ഈ മഹാൻ എന്നോട് കാണിച്ചെന്നൊക്കെ ഒരു ചെറിയ പ്രതികാരം കാണിച്ചു. ഒന്ന് വിരട്ടി, അത്രേ ഉള്ളൂ.